സ്റ്റിച്ച് വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആര്യയിൽ ബാക്ക് ചെയിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ നോട്ടഡ് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സിൽക്ക് ത്രെഡും അതേപോലെ സെറി ത്രെഡും ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്റ്റിച്ച് തയ്ച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു ചെറിയ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ഈ സ്റ്റിച്ചും സ്റ്റാർട്ട് ചെയ്യാൻ, ഇതുപോലെ. എന്നിട്ട് നമുക്കൊരു ലോങ് ചെയിൻ സ്റ്റിച്ചാണ് തയ്ച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഈ ത്രെഡ് റിവേഴ്സായിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ചെയിൻ സ്റ്റിച്ച് ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ വേണം ഇതുപോലെ തയ്ക്കാൻ. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് വേണം ത്രെഡ് ഇതുപോലെ എടുക്കാൻ. അപ്പോൾ അവിടെ ഒരു നോട്ട് പോലെ വരും. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് വീണ്ടും ലോങ് ചെയിൻ സ്റ്റിച്ച്, പിന്നെ ചെറിയ ഒരു ചെയിൻ സ്റ്റിച്ച്, പിന്നെ വീണ്ടും ആ ലോങ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ റിവേഴ്സായിട്ട് പോയിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് ത്രെഡ് എടുക്കാൻ. കണ്ടോ, ഇതുപോലെ. അപ്പോൾ അത് നോട്ട് പോലെയാണ് ആ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഡെക്കറേറ്റീവ് സ്റ്റിച്ചസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം, അതേപോലെ ഔട്ട്ലൈനായിട്ടും യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ 2 സ്ട്രാൻഡ്സിൽ സെറി ത്രെഡ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ നമുക്ക് ആ നോട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇതുപോലെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ചസാണ് തയ്ക്കുന്നത്. ലോങ് ചെയിന്, ഷോർട്ട് ചെയിന്, പിന്നെ റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച്. അപ്പം ആ 3 ചെയിൻ സ്റ്റിച്ചസാണ് നമ്മളിവിടെ തയ്ക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള സ്റ്റിച്ചസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം 2 രീതിയിൽ നമുക്കിത് എൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ലോങ് ചെയിൻ സ്റ്റിച്ച്, അതേപോലെ ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്, പിന്നെ റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ത്രെഡ് ഇങ്ങോട്ട് വലിക്കുമല്ലോ. എന്നിട്ട് നമ്മൾ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാതെ തന്നെ നമ്മൾ ഡയറക്റ്റ് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ. ഇനി നമുക്ക് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 2 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. മുമ്പ് തയ്ച്ച പോലെ തന്നെ ആദ്യം നമുക്ക് ഇതേപോലെ ഒരു ചെറിയ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് ലോങ് ചെയിൻ സ്റ്റിച്ച്, ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്, റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ റിവേഴ്സായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ലോങ് ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതൊന്ന് അകത്തിയിട്ട് വേണം കേട്ടോ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, ഇതുപോലെ. കാരണം നമ്മളിപ്പോൾ 2 സ്ട്രാൻഡ്സിലല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് അകത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ സിൽക്ക് ത്രെഡ് 2 സ്ട്രാൻഡ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് തയ്ച്ച് കഴിയുമ്പം ആ നോട്ട് കുറച്ചുകൂടി വലുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതുപോലെ വരും. അപ്പോൾ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് വലിച്ചു മുറുക്കിയിട്ട് തയ്ക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ലൂസായിട്ട് വേണം അടിയിലത്തെ ത്രെഡ് നമുക്ക് പിടിച്ചു കൊടുക്കാൻ. എന്നാൽ മാത്രമേ സ്റ്റിച്ച് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എൻഡ് നോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്ന് വെച്ചാൽ, മുമ്പ് നമ്മളാണെങ്കിൽ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് കൊടുക്കാതെയാണ് എൻഡ് നോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിവിടെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, അപ്പോൾ ആ 2 സ്റ്റിച്ചസ് നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ ഞാനൊരു എക്സ്ട്രാ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, മറ്റേൻ്റെ അകത്ത് എക്സ്ട്രാ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല. ഡയറക്റ്റ് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആ 2 സ്റ്റിച്ചസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൽ നമുക്ക് ബീഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഷുഗർ ബീഡില്ലേ, ചെറിയ ഷുഗർ ബീഡ്, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഈ ബീഡ് നമുക്ക് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഒന്നുമില്ല, നമ്മൾ മുമ്പേ സ്റ്റിച്ച് ചെയ്തില്ലേ, അതായത് ലോങ് ചെയിൻ സ്റ്റിച്ച്, ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്, പിന്നെ റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച്. അപ്പം നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടോ, നമ്മൾ ഇനിയും അടുത്ത ലോങ് ചെയിനിലേക്കല്ല പോകുന്നത്, അവിടെ നമ്മളൊരു ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഒരു ചെറിയ ഷുഗർ ബീഡ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഷുഗർ ബീഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു സ്റ്റിച്ചും കൂടെ നമ്മളവിടെ തയ്ച്ചു കൊടുത്തു. കണ്ടോ, എന്നിട്ടാണ് നമ്മൾ ലോങ് ചെയിൻ സ്റ്റിച്ച് തയ്ച്ചത്, പിന്നെ ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്, പിന്നെ റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ബീഡ് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ബീഡും കൂടെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് നമ്മൾ തയ്ക്കുന്നത്. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തപ്പം നമ്മൾ ഈ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പം ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഡെക്കറേറ്റീവ് സ്റ്റിച്ചസൊക്കെ ആയിട്ട് സ്റ്റിച്ചായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഏത് തരത്തിലുള്ള ബീഡും ഇതിനകത്ത് ഉപയോഗിക്കാം കേട്ടോ, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട്. ഇനി ഇത് എങ്ങനെയാണ് എൻഡ് നോട്ട് ഇടുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ലോങ് ചെയിന്, ഷോർട്ട് ചെയിന്, പിന്നെ റിവേഴ്സ് ചെയിന് ഇട്ടിട്ട് ബീഡ് ഇട്ട് കൊടുക്കുമല്ലോ. എന്നിട്ട് നമ്മൾ ബീഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കില്ലേ, അതും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ. അപ്പോൾ ബീഡ് ഇട്ട് കൊടുത്തിട്ട് ആ എക്സ്ട്രാ സ്റ്റിച്ച് കൂടെ തയ്ച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് ചെയിൻ സ്റ്റിച്ച് ആരിയിൽ തയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.